ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു തക്കാളി ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തക്കാളി ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ ഈ ഒരു ചട്നി പറഞ്ഞാൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ, റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. പിന്നെ ഇത് യാത്രയിലൊക്കെ നമുക്ക് കേടുവരാതെ കൊണ്ടുപോകാൻ പറ്റിയൊരു ചട്നിയാണിത്. നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കേടുവരാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പഴുത്ത, നല്ല ചുവന്ന, നല്ല 2 തക്കാളിയാണ് ഇതിന് വേണ്ടത്. 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇത് വഴറ്റുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഞാൻ സാധാരണ നമ്മൾ വിളിക്കുന്ന നാടൻ വെളുത്തുള്ളി കേട്ടോ, 5 എണ്ണം. പിന്നെ 1 പിടി ചുവന്നുള്ളി, ഒരു ചെറിയ ഉള്ളിയില്ലേ, അത് ഒന്ന് നീളത്തിൽ അരിഞ്ഞത്, അതൊരു 12-13 എണ്ണം ഉണ്ടാവും, ഒരു വലിയ പിടി കേട്ടോ. ഒരു എണ്ണത്തിൽ പറയുകയാണെങ്കിൽ ഒരു 12-13 എണ്ണ ഉണ്ടാവും. അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുക കീറുക, എന്നിട്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ വെളുത്തുള്ളി മൂപ്പിക്കൊന്നും വേണ്ട, പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിച്ചങ്ങോട്ട് വഴറ്റിയാൽ മതി, ആ ഒരു പാകമാണ്. അല്ലാതെ ആദ്യം വെളുത്തുള്ളി കൂടുതലിട്ട് വഴറ്റാനൊന്നും പാടില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ട് ആ എണ്ണ തെളിയണം. അതിലേക്ക് ഒരു 2-3 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കൂടി പോണ്ട, ഞാനിട്ട ഇത്രയും മതി. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ആ എണ്ണ തെളിയണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ഞാൻ ഒന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ. അടച്ചു വെച്ചിട്ട് ഇതാ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നന്നായിട്ട് എണ്ണ തെളിയണം. ആ തക്കാളിയുടെ ആ റോ ടേസ്റ്റ്, ആ പച്ച ചുവയൊക്കെ മാറിയിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം മുളക് പൊടി ഇടുക. എന്നിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിത് ഇത്രയും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർക്കുക. ഈ മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഞാൻ ഒരു ലേശം പഞ്ചസാര ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ പുളിക്കനുസരിച്ച് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. ഇപ്പം നല്ല പുളിയുള്ള തക്കാളി വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. തീരെ പുളിയില്ലാത്ത വെച്ചാൽ 1/4 ടീസ്പൂൺ, അത് നിങ്ങൾ നോക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണിൻ്റെ ഉള്ളിൽ എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ പഞ്ചസാര ചേർക്കുക. ആ പഞ്ചസാര ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ പുളി ഒന്ന് ക്രമീകരിച്ച് അതിന് നല്ലൊരു ടേസ്റ്റ് വരിക. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് ഒന്ന് ഇതായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് വല്ലാതെ അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. മല്ലിയില ചേർത്തിട്ടും ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പിന്നെ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. കുറേ വെള്ളമൊന്നും ചേർത്തിട്ട് അരയ്ക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ചെറിയൊരു സ്പൂണ് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് തന്നെ വ്യത്യാസം വരും, പിന്നെ ആ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇങ്ങനെ കട്ടിക്കുള്ള ഒരു ചട്നിയാണിത്, ചമ്മന്തിയാണിത്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.